ഹായ് എവരി വൺ, ഇത് ജർമ്മനിലെ ഇലക്ട്രിക് ഹൈവേ ആണ്. ഈ മുകളിൽ കൂടി പോയിരിക്കുന്ന ലൈനുകൾ ട്രക്കിന് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കാറുകൾക്കല്ല, ഹൈബ്രിഡ് ട്രക്കിനും ഇലക്ട്രിക് ട്രക്കിനും. 2017 ജർമ്മനി സ്റ്റാർട്ട് ചെയ്തതാണിത്. ഒരു 3 പ്ലേസിൽ ജർമ്മനിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഓൾ പ്ലേസ് വെച്ചിട്ടില്ല, ഇവർ ടെസ്റ്റായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും. 2030 ഇതിൻ്റെ കറക്റ്റ് ഡിസിഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഫ്യൂല് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസി ആക്കാൻ വേണ്ടി പറ്റും. ഈ ട്രക്കിൻ്റെ മുകളിൽ കാണുന്ന ഡിവൈസ് ആ കേബിളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ തന്നെ ചാർജ് ആകുന്നതാണ് ബാറ്ററിയിലേക്ക്. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് റണ്ണിങ്ങിൽ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടെക്നോളജിനെ വിളിക്കുന്ന പേര് ഇ ഹൈവേ എന്നാണ്. ഇതൊരു ഫ്യൂച്ചർ ടെക്നോളജിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് നോക്കിയാൽ ഓൾറെഡി എല്ലായിടത്തും യുദ്ധം നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഗ്യാസിൻ്റെ ക്ഷാമമുണ്ട്, അതേപോലെ തന്നെ ഫ്യൂലിൻ്റെ ഉണ്ട്. അപ്പോൾ അത് യുദ്ധം വേറൊരു രാജ്യത്ത് നടക്കണമെങ്കിലും നമ്മളുടെ രാജ്യത്തും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യം സ്വയം പ്രാപ്തീകരണം വേണമെങ്കിൽ ആദ്യം ഊർജ്ജം വേണം. അപ്പോൾ അവർ ഓൾറെഡി സോളാർ സിസ്റ്റത്തിൽ നിന്നും ഇലക്ട്രിക്കിലേക്കുമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എല്ലാ മേഖലകളിൽ കൂടിയും പോകാറുണ്ട് ജർമ്മനിയുടെ. അപ്പോൾ എല്ലാ സ്ഥലത്തും സോളാറിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ധനത്തിൻ്റെ ഉപയോഗം വളരെ ചുരുക്കാൻ വേണ്ടി പറ്റും. അതുകൂടാതെ തന്നെ ചെറിയ കാറുകൾക്ക് വേണ്ടി ഇലക്ട്രിക് സ്റ്റേഷനുകൾ എല്ലാ പെട്രോൾ സ്റ്റേഷനുകളിലും കാണാൻ വേണ്ടി പറ്റും. അത് അഡീഷണൽ ആയിട്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത വട്ടം കാണാം. ഓക്കെ, ബൈ.